الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد وأشهد أن لا إله إلا الله الواحد القهار العزيز الغفار مكور الليل على النهار الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن ولا تجسسوا ولا يعتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه وإن الله تواب رحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ എത്രത്തോളം അള്ളാഹുവിനെ പേടിച്ചിരുന്നു എന്നത് അത്ഭുതം. മഹാനായ സ്വഹാബി മാഹിസ് റളിയല്ലാഹു അൻഹു വ്യഭിചരിച്ചൊരു സംഭവം നമുക്കൊക്കെ അറിയാം. അദ്ദേഹം തെറ്റ് ചെയ്ത ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ചെയ്തുപോയി, തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഇസ്ലാമിലെ ഹദ്ദ് എന്നിലൂടെ നടപ്പാക്കണമെന്ന്. ഇസ്ലാമിലെ ഹദ്ദ്
അദ്ദേഹത്തെ എറിഞ്ഞുകൊല്ല എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളോട് ചോദിക്കാണ്, സ്വഹാബ, മായിസ് എന്താ കള്ളു കുടിച്ചിട്ടുണ്ടോ? ലഹരി ബാധിച്ചിട്ടാണ് വന്നത്, എന്താ അങ്ങനെയൊക്കെ പറയണത്? സ്വഹാബത്ത് പറഞ്ഞു, അല്ല പ്രവാചകരെ, അദ്ദേഹം എറിഞ്ഞു കൊല്ലണം തന്നെ പറയണത്, കള്ളു കുടിച്ചതൊന്നല്ല, അദ്ദേഹത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് പ്രവാചകൻ മായിസ് റളിയല്ലാഹു തആല അൻഹുവോട് ചോദിക്കുകയാണ്, മായിസേ, നീ വ്യഭിചരിച്ചിട്ടില്ല ഉറപ്പാണ്? ഈ ഒരു ചുംബനം നൽകിയിട്ട് മാത്രമേ ഉള്ളൂ. സ്വഹാബി പറഞ്ഞു, ഇല്ല നബിയെ, തെറ്റ് വന്നുപോയിട്ടുണ്ട്. ഒരുപക്ഷെ ആളുകൾക്കിടയിൽ എനിക്കത് മറച്ചു വെക്കാൻ പറ്റും. അദ്ദേഹം പരസ്യമായിട്ടാണ് പറയണത്. ആളുകൾക്കിടയിൽ അത് മറച്ചു വെക്കാം, പക്ഷെ ആഖിറത്തിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് എന്നെ എറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞിട്ടാണ് ഒരു ചെറിയ കുട്ടിയെപ്പോലെ പ്രവാചകന്റെ അരികിൽ ആ സ്വഹാബി കരഞ്ഞുകൊണ്ട് വരുന്നത്. പ്രിയമുള്ളവരെ, സ്വഹാബി വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു സ്ത്രീ ഉണ്ടാവും, ഉറപ്പാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല മായിസിനോട്, മായിസേ, എങ്കിൽ ആ സ്ത്രീ ആരാണ്? മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെതിരെ ഇസ്ലാമിലെ ഹദ്ദ് അഥവാ എറിഞ്ഞു കൊല്ലുക എന്ന ഹദ്ദ് നടപ്പിലാക്കുകയാണ് അവിടെ. ഞാൻ പറഞ്ഞത്, വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണ് അവിടെ ഉണ്ടാകും. ഒരല്പസമയം കഴിഞ്ഞ്, അതല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ആ സ്ത്രീ പ്രവാചകന്റെ അരികിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഞാനാണ് മായിസിന്റെ കൂടെ വ്യഭിചാരത്തിൽ ഏർപ്പെട്ട ആ പെണ്ണ്, ശിക്ഷ നടപ്പിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണ്, നീ തിരിച്ചു പോകണം. കാരണം ആ പെണ്ണ് ഗർഭിണിയാണ് എന്നുള്ള തെളിവുമായിട്ടാണ് ദിവസങ്ങൾക്ക് ശേഷം ആ പെണ്ണ് വരുന്നത്. പ്രവാചകൻ തിരിച്ചു പോകാൻ പറഞ്ഞു. ആ സ്ത്രീ തിരിച്ചു പോകുന്നത് ആയുസ് തിരിച്ചു കിട്ടിയെന്നുള്ള സന്തോഷത്തിലല്ല, മറിച്ച് എന്നിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദ്ദ് നടപ്പിലാക്കിയില്ലല്ലോ എന്ന സങ്കടത്തിലാണ് ആ പെണ്ണ് പോണത്. ആ പെണ്ണ് തിരിച്ചു പോകുമ്പോ പ്രവാചകൻ അവിടെ ആളെ നിർത്തിയിട്ടില്ല. വ്യഭിചരിച്ച പെണ്ണാണ് പോണത്, ചിലപ്പോൾ നാട് വിടാൻ സാധ്യതയുണ്ട്, രണ്ടാളുകൾ കൂടെ പോയിട്ട് നോക്കണം എന്ന് പറഞ്ഞ് പ്രവാചകൻ ആളെ ഏൽപ്പിച്ചിട്ടില്ല. പ്രവാചകൻ തിരിച്ചു പോകാൻ പറഞ്ഞു, പ്രസവം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. പ്രസവം കഴിഞ്ഞ് തോളത്തൊരു കുട്ടിയുമായി ആ പെണ്ണ് പിന്നീട് വരുന്നുണ്ട് മാസങ്ങൾക്ക് ശേഷം. ഒരു പ്രസവത്തിന്റെ കാലാവധി നമുക്കറിയാലോ. ചോര പൈതലുമായി പ്രസവം കഴിഞ്ഞ ആ പെണ്ണ് പ്രവാചകന്റെ അരികിലേക്ക് വരുന്ന രംഗുണ്ട്. പ്രവാചകൻ വീണ്ടും ആ സ്ത്രീയെ തിരിച്ചയക്കാണ്. എന്നിട്ട് പറഞ്ഞു, ആ കുഞ്ഞിന്റെ മുലകുടി അവസാനിച്ചതിന് ശേഷം വരുന്നത്. ഒരു കുഞ്ഞിന്റെ മുലകുടി പ്രായത്രേന് അത്ര കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരാനാണ് പ്രവാചകൻ പറയുന്നത്. ആ സ്ത്രീ വീണ്ടും തിരിച്ചു പോവുകയാണ്. മുലകുടി അവസാനിച്ച് കയ്യിലൊരു, ആ കുഞ്ഞിന്റെ കയ്യിലൊരു റൊട്ടിക്കഷ്ണുണ്ട്, അതിങ്ങനെ ആ കുഞ്ഞിനെ തോളത്തിട്ടിട്ട് ആ സ്ത്രീ പിന്നെ വർഷങ്ങൾക്ക് ശേഷം വരികയാണ്. ഞാൻ പറഞ്ഞത്, അവിടെയൊന്നും ആ സ്ത്രീയുടെ മനസ്സു മാറിയിട്ടില്ല. ഞാൻ ഈ ചരിത്രം ഇവിടെ സൂചിപ്പിച്ചതിനാ നിങ്ങൾ ഈ ഒരു വ്യഭിചാരത്തിന്റെ കാര്യത്തിലേക്ക് അതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാനല്ല, അതിനേക്കാൾ ഡേഞ്ചറായ ഒരു കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കാനാണ്. ഇതിൽ അത്ഭുതം തോന്നിയൊരു കാര്യം എന്താ, നിങ്ങൾ ഈ ഒരു ചരിത്രം ഞാൻ സൂചിപ്പിക്കുന്നത് 100ഓളം റിവായത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസിൽ കാണാം. 100ഓളം റിവായത്തിലൂടെ, 100ഓളം സനദിലൂടെ ഈ വിഷയം ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. പ്രഗത്ഭരായ ഹദീസിന്റെ ആളുകളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ റിവായത്ത് പരിശോധിച്ചാൽ പോലും, ഒരൊറ്റ സനദിൽ പോലും ആ സ്വഹാബ സ്ത്രീയുടെ പേര് അവിടെ കാണൂല. നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ആ പെണ്ണാരാന്നുള്ളത്.
അവിടെ കൂടിയ സ്വഹാബാക്കൾക്കറിയാം ആ സ്ത്രീ ആരാണെന്നും ആ സ്ത്രീയുടെ പേരെന്താണെന്നും. ഈ പറയപ്പെട്ട ഹദീസുകൾ മുഴുവൻ പരിശോധിച്ചാലും കാണുന്ന തരങ്ങൾ ജുവൈന ഗോത്രക്കാരി എന്നാണ്. ജുവൈന ഗോത്രക്കാരി എന്നല്ലാതെ ആ പെണ്ണിന്റെ പേരെവിടെയും പരാമർശിച്ചിട്ടില്ല. മഹാനായ ഇബ്നു ഹജർ അസ്കലാനി അദ്ദേഹം പറയുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇൽമ് എനിക്ക് നഖ്ല് ചെയ്ത് എന്നിലേക്ക് വന്നിട്ടില്ല, അഥവാ അതിനെക്കുറിച്ചൊരു അറിവ്, ആ സ്ത്രീ ആരാണ് എന്നതിനെ കുറിച്ചൊരു അറിവ് എനിക്കില്ല. തന്റെ കൂടെ ജീവിച്ച ഒരാളുടെ തെറ്റ് അത് പറഞ്ഞു കൊടുക്കാൻ പോലും സ്വഹാബാക്കൾ അത്രക്ക് പേടിച്ചു എന്നാണ്. നമ്മുടെ നാട്ടില് എല്ലാവരും അറിഞ്ഞ പബ്ലിഷായൊരു കാര്യം, അത് വരും തലമുറയോട് പറയുമ്പോ സ്വഹാബാക്കൾക്ക് മുഴുവൻ അറിയാം. മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പിന്നെ ആരോ ഉദ്ധരിക്കപ്പെട്ടതാണ്. പിന്നീട് ആ സ്ത്രീയുടെ പേര് പരാമർശിക്കണ്ട എന്നിടത്തേക്ക് എത്തി. ആ സ്വഹാബി വനിതയുടെ പേര് പറയാൻ പ്രവാചകന്റെ സ്വഹാബാക്കള് തയ്യാറായിട്ടില്ല, അത്ര സൂക്ഷ്മത കാണിച്ചു എന്നാണ്. നമ്മളെ ആലോചിക്കേണ്ട കാര്യം തരങ്ങൾ, ആളുകളുടെ തെറ്റ് നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട്, അത് നാട്ടിന് മുഴുവൻ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. കേൾക്കുന്ന ഒരു വാർത്ത അത് സത്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കാതെ ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട്. അതിന്റെ സത്യാവസ്ഥ പോലെ ചിന്തിക്കാതെ ആ വാർത്ത പ്രചരിപ്പിക്കുന്ന ആളുകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവനും സ്വത്തിനും എന്ന പോലെ ഒരാളുടെ അഭിമാനത്തിന് ഇസ്ലാം വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്നാൽ ചിലര് അന്യരുടെ അഭിമാനത്തിന് തീരെ വില നൽകാതെ കുറ്റവും കുറവും പരിഹാസവും പരിഹാസ പേരുകളും പരിഹാസ ചിരികളും കുത്തുവാക്കുകളും തെറിപ്പേരുകളും ഗീബത്തും നമീമത്തും പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച സൂറത്ത് ഹുജറാത്തിലെ 12-ാമത്തെ അതാണ് ഞാൻ ആദ്യം ഓതി വെച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി വലാ തജസ്സസൂ വലാ യഅതബ് ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുകും മൻ യഅകുല ലഹ്മ അഖീഹി മൈതാ ഫകരിഹ്തുമൂ വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, വിശ്വസിച്ചവരെ, ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ, അധികം ഊഹിക്കുന്നത് നിങ്ങൾ വർജിക്കണം, ഒഴിവാക്കണം എന്ന്. അതെന്തുകൊണ്ടെന്നാൽ ചില ഊഹങ്ങള് അത് കുറ്റാണ്, ചില ഊഹങ്ങൾ അത് കുറ്റമാണ്. വലാ തജസ്സസൂ വലാ യഅതബ് ബഅദുകും ബഅദാ, നിങ്ങൾ ചൊരിഞ്ഞന്വേഷിക്കരുത്, നിങ്ങളിൽ ഒരാളും ഒരാളെക്കുറിച്ചും പരദൂഷണം പറയരുത്. അയുഹിബ്ബു അഹദുകും മൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ. ഖുർആനിന്റെ വല്ലാത്തൊരു ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. അയുഹിബ്ബു അഹദുകും, നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോന്നാണ്. അയ്യഅകുല ലഹ്മ അഖീഹി മൈത, നിന്റെ സഹോദരൻ മരണപ്പെട്ടു കിടക്കെ അവന്റെ ശരീരത്തിൽ നിന്ന് ആ മാംസം ഭക്ഷിക്കുന്നത് നീ ഇഷ്ടപ്പെടുമെന്നാണ്. ഖുർആൻ തന്നെ പറയാ ഫകരിഹ്തുമൂ, അത് നിങ്ങൾ വെറുക്കുന്നുണ്ടല്ലേ. സ്വന്തം സഹോദരൻ മരണപ്പെട്ട് കിടക്കും അവന്റെ ശരീരത്തിൽ നിന്ന് മാംസം പറിച്ചെടുത്തിട്ട് അത് തിന്നുന്നത് നിങ്ങൾക്ക് വെറുപ്പാണല്ലേ. അപ്പോ വിശുദ്ധ ഖുർആൻ അതിനോടാണ് പ്രിയമുള്ളവരെ ഈ പരിഹാസത്തെയും അതേപോലെ ചുയിന്നന്വേഷണത്തെയും അതേപോലെ തന്നെ ഗീബത്തിനെയൊക്കെ വിശുദ്ധ ഖുർആന് ഉദാഹരണം കൊടുത്തത് എന്തിനാ? അത്ര മോശപ്പെട്ട കാര്യമാണ് അത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അള്ളാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, ദയാലുവാണ്. നോക്കി, ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടിൽ നിന്ന് കേട്ടു പഠിച്ച
അത് ജീവിതത്തിൽ കൃത്യമായി പാലിച്ചവരാണ് പ്രവാചകന്റെ സ്വഹാബാക്കള്. ആ ഒരു ബേജാറ്, ആ ഒരു പേടി അവർക്കുള്ളത് കൊണ്ടാണ് 100ഓളം റിവായത്തുകൾ പ്രിയമുള്ളവരെ അതുമായി ബന്ധപ്പെട്ടു വന്നിട്ടും ആ സ്വഹാബ സ്ത്രീയുടെ പേര് പരാമർശിക്കാൻ ഒരു പേടിച്ചത്. നമ്മൾ എത്ര വട്ടം ഈ ആയത്ത് കേട്ടിട്ടുണ്ട്, പല ഖുതുബകളിലായി, ക്ലാസ്സുകളിൽ, പ്രഭാഷണങ്ങളിൽ. പ്രിയമുള്ളവരെ, നമുക്ക് പറയാൻ പറ്റൂ, ഈ പറയുന്ന എനിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും പറയാൻ പറ്റും, ജീവിതത്തിൽ ഇന്നുവരെ ഒരാളെക്കുറിച്ചും ഞാൻ ഗീബത്തോ നമീമത്തോ പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന എത്ര ആൾക്കാർ ഈ സദസ്സിലുണ്ട്? എന്നടക്കം ചോദിക്കുന്നത്. പലപ്പോഴും വ്യഭിചാരം പോലുള്ള വൻ പാപങ്ങളെ ഗൗരവമായി കാണുന്ന ആളുകൾ പോലും പരദൂഷണത്തെ, ഗീബത്തിനെ വളരെ നിസ്സാരായിട്ടാണ് കാണുന്നത്. ഇസ്ലാം ഗൗരവപൂർവ്വം വിലക്കപ്പെട്ട വലിയ പാപമാണ് വ്യഭിചാരം, സംശയമൊന്നുമില്ല. വിവാഹിതരാണെങ്കിൽ എറിഞ്ഞു കൊല്ലുക എന്നതാണ്, വധശിക്ഷ നടപ്പിലാക്കുക എന്നാണ് അതിൻ്റെ ഇസ്ലാമികമായിട്ടുള്ള ഹദ്ദ്. അത്ര ഗുരുതരമായൊരു കുറ്റം. ഈ വ്യഭിചാരത്തെക്കാൾ കഠിനമാണേത്? ഒരാളെ കുറിച്ച് ഗീബത്ത് പറയാന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ഗീബത്തു അശദ്ദു മിനസ് സിന. പരദൂഷണം വ്യഭിചാരത്തെക്കാൾ കഠിനമായ കുറ്റമാണ്. അപ്പൊ സ്വഹാബാക്കൾക്ക് സംശയം, പ്രവാചകരെ, ഖാലു യാ റസൂലല്ലാഹ് വകൈഫൽ ഗീബത്തു അശദ്ദു മിനസ് സിന. പ്രവാചകന്റെ സ്വഹാബത്ത് ചോദിക്കാൻ, അല്ലാഹുവിന്റെ ദൂതരെ, പരദൂഷണം എന്തുകൊണ്ടാണ് വ്യഭിചാരത്തെക്കാൾ കഠിനമായ കുറ്റമാകുന്നത്? എന്താ അങ്ങനെ വരാൻ കാരണം? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്നർ റജുല ലയസ്നി ഫയതൂബ്. തീർച്ചയായും ഒരാൾ വ്യഭിചരിക്കും, ഫയതൂബ്, അയാൾ എന്ത് ചെയ്യും? ചിലപ്പോ തൗബ ചെയ്യും. തൗബ ചെയ്താൽ അള്ളാഹു ചിലപ്പോൾ എന്ത് ചെയ്യും? അയാളെ തൗബ അള്ളാഹു തആല സ്വീകരിക്കും. ഫയതൂബുല്ലാഹു അലൈഹി, അള്ളാഹു അയാൾക്ക് അത് പുറത്തു കൊടുക്കും. എന്നാൽ വഇന്ന സ്വാഹിബ അൽ ഗീബ ലാ യുഗ്ഫറു ലഹു ഹത്താ യഗ്ഫിറഹാ ലഹു സ്വാഹിബു. ഒരു മനുഷ്യനതാ പരദൂഷണം പറഞ്ഞാൽ, ഒരാളെ കുറിച്ച് പരദൂഷണം പറഞ്ഞാൽ അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കൂല എന്നാണ്. ഏതുവരെ? ഹത്താ യഗ്ഫിറഹാ ലഹു സ്വാഹിബു. ആരെക്കുറിച്ചാണോ അയാൾ പരദൂഷണം പറഞ്ഞത്, അയാളടുത്ത് പോയി മാപ്പ് ചോദിക്കാതെ അള്ളാഹു ഇയാളെ തൗബ സ്വീകരിക്കൂലാണ്. ഇപ്പൊ നമ്മൾ പറയും, ഞാൻ ഒരാളെ കുറിച്ച് അയാൾ ഉള്ള സമയത്തോ ഇല്ലാത്ത സമയത്തോ ആയിക്കോട്ടെ, ഒരാളെ കുറിച്ച് ഞാൻ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് അത് തെറ്റു മനസ്സിലാക്കി പശ്ചാത്തപിച്ചാൽ എന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കൂലാണ്. ഞാൻ വ്യഭിചരിച്ച എന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കും. എന്തുകൊണ്ടാ? അല്ലെ, ഞാൻ അത് അല്ലാഹു തആല പുറത്തു തരണമെങ്കിൽ ഞാൻ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അയാളുടെ അടുത്ത് പോയിട്ട് മാപ്പ് ചോദിക്കണം എന്നാണ്. ഇവിടെ നിന്നിട്ട് നമ്മൾ കേരളത്തിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് പരദൂഷണം പറഞ്ഞാൽ നമ്മൾ ഈ പള്ളിയിൽ നിന്ന് തൗബ ചെയ്ത് അല്ലാഹു സ്വീകരിക്കൂല. അവിടെ പോയി ഒരിടത്ത് പോയി മാപ്പ് ചോദിക്കണം. അല്ലെങ്കിൽ വിളിച്ചിട്ട് ഞങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പുറത്തു തരണമെന്ന് പറഞ്ഞ് മാപ്പ് ചോദിച്ചാലേ അല്ലാഹു തൗബ സ്വീകരിക്കും എന്നർത്ഥം. എത്ര അല്ലെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്വഭാവമാണ് പ്രിയമുള്ളവരെ പരദൂഷണം എന്ന് പറഞ്ഞാൽ. ഇസ്ലാമിക നിയമത്തിന്റെ ദൃഷ്ടിയിൽ ഒരു വ്യക്തിയുടെ അഭിമാനത്തിന്റെ മാനദണ്ഡം പ്രിയമുള്ളവർ അയാളെ സാമൂഹികമായ പദവിയോ അയാളെ സാമ്പത്തികമായ സ്ഥിതിയൊന്നുമല്ല. ഏതൊരു വ്യക്തിയുടെയും അഭിമാനത്തെ സംരക്ഷിക്കപ്പെടണം. അത് ക്ഷതപ്പെടുത്തുവാൻ ഇസ്ലാം ആരെയും അനുവദിക്കണില്ല. അത് ചെറിയവനായിക്കോട്ടെ വലിയവനായിക്കോട്ടെ, ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും ഒരാളെ മാനം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. മറ്റുള്ളവരെ അവഹേളിക്കാനും അപമാനിക്കാനും പരിഹസിക്കാനൊക്കെ കുറ്റങ്ങളൊക്കെ ചുഴിഞ്ഞന്വേഷിച്ചുകൊണ്ട് അത് പ്രചരിപ്പിക്കാൻ ആളുകൾക്ക് ആധുനിക സമൂഹത്തിന് വല്ലാത്തൊരു ആവേശമാണ്. അന്യന്റെ അഭിമാനത്തിന്റെ നിലയും വിലയും വ്യക്തമാക്കുന്ന ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. മിനായിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറയാ, സ്വഹാബ,
ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. ഈ നാട്, ഈ മക്ക എന്ന് പറയുന്ന ഈ രാജ്യം, ദുൽഹിജ്ജ എന്ന് പറയുന്ന ഈ പവിത്രമാക്കപ്പെട്ട ഈ മാസം, അതേപോലെ തന്നെ ഈ ഒരു ദിവസം അതിനെത്ര പവിത്രതയുണ്ടോ അതിനേക്കാൾ പവിത്രമാണ്. ഒരു മുസ്ലിമിന്റെ അഭിമാനമെന്ന്, ഒരു മനുഷ്യന്റെ രക്തത്തിനും അവന്റെ ധനത്തിനും അവന്റെ അഭിമാനത്തിനും അതിനേക്കാൾ വിലയുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അല്ലെ, മക്ക എന്ന് പറയുന്ന ആ നാടിനത്ര പവിത്രത ഉണ്ട്, ആ യൗമുൻ നഹറിനത്ര പവിത്രതയുണ്ട്, ആ മാസത്തിന്റെ പവിത്രത എത്രയാണ്. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു മുസ്ലിമിന്റെ, ഒരു മനുഷ്യന്റെ അഭിമാനവും അവന്റെ രക്തവും അവന്റെ ധനവും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് ആത്മാഭിമാനം പ്രിയമുള്ളവരെ അമൂല്യമാണെന്ന് പല ആളുകളും തിരിച്ചറിയണില്ല. അപകടത്തിൽപ്പെട്ട് കൈകാലുകൾ എന്നേക്കുമായി നഷ്ടപ്പെടുന്നേക്കാൾ അസഹ്യമാണ് മറ്റുള്ള ആളുകളുടെ നാവ് കൊണ്ട് കിട്ടുന്ന വേദന എന്ന് പറഞ്ഞാൽ. അത് ചികിത്സിച്ചാൽ ഭേദാകൂല. അവിഹിതമായി നമ്മൾ നേടിയ സ്വത്ത് അതിന്റെ അവകാശികൾക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. ഞാനൊരാളെ പൈസ കട്ടെടുത്തിരുന്നെങ്കിൽ ഈ കുറെ കാലം കഴിഞ്ഞിട്ട് പശ്ചാത്താപം തോന്നുന്നു, ഞാൻ എടുത്തുപോയി, ഞാൻ അയാളെ പോയി കണ്ട് ആ പൈസ തിരിച്ചു കൊടുത്താൽ ആ പ്രശ്നം അവിടെ തീരും. ആൾക്കൂട്ടത്തിലും സ്റ്റേജിലും പേജിലൊക്കെ മറ്റുള്ള ആളുകളെ അപമാനിച്ചാലേ അതിന്റെ അനന്തര ഫലങ്ങൾ കരുതി വരുത്താൻ പറ്റൂല. ഇന്ന് എത്ര ആളുകൾ അറിയങ്ങള് മതപ്രഭാഷണത്തിന്റെ വേദികളിൽ പോലും പരിഹാസത്തിന്റെ കൂരമ്പുകളാണ് പല ആളുകളും പറഞ്ഞുവിടാറുള്ളത്. പല പ്രാസംഗികന്മാരും ഈ കാര്യത്തിൽ പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തും മൈക്ക് കിട്ടിയാൽ എന്തും വിളിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് ഇന്ന് നേതാക്കന്മാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന് മാതൃകയാകേണ്ട ആളുകൾ ഇത്തരം ദുസ്വഭാവത്തിന്റെ അടിമകളായി മാറുന്നു. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഐഹിക ലോകത്ത് തന്റെ സഹോദരനെ കുറിച്ച് പരദൂഷണം പറയുക, അവന്റെ മാംസം തിന്ന് ജീവിക്കാം, അങ്ങനെ ചെയ്തവന്റെ മുന്നില് അന്ത്യനാളില് ആ ശരീരം ഹാജരാക്കുന്നതാണ് അല്ലാഹു. ഞാൻ ആരെക്കുറിച്ചാണോ പരദൂഷണം പറഞ്ഞത് അയാളെ പരലോകത്ത് പടച്ചവനോട് കൊണ്ടുവരും. എന്നോട് പറയാണെന്ത്, ഇതാ ഈ മൃതശരീരം ഉണ്ടല്ലോ അത് ഭക്ഷിച്ചോന്ന്. മുമ്പ് ജീവനുള്ള സമയത്ത് നീ കുറെ തിന്നതല്ലേ, മുമ്പ് ജീവനുള്ള സമയത്ത് നീ കുറെ ഭക്ഷിച്ചതാണല്ലോ, അതുകൊണ്ട് അതിൽ നിന്ന് ഭക്ഷിക്കുകയെന്ന് പറഞ്ഞിട്ട് അത് ഭക്ഷിക്കാൻ അയാൾ നിർബന്ധിതനാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുന്നുണ്ട്. എന്താ ഗീബത്ത് എന്ന് പറഞ്ഞാൽ? നമ്മളെ പല ആളുകളെ കുറിച്ച് എന്ത് നിങ്ങൾ ഓരോ കുറ്റം കുറവൊക്കെയാണ് പറയും. നിങ്ങൾ പറഞ്ഞിട്ട് അവസാനം പറയുന്ന ഡയലോഗ് ഉണ്ട്, എന്താ നിങ്ങൾ ഞാൻ ഉള്ളതല്ല പറഞ്ഞത് ഇല്ലാത്തൊന്നും അല്ലല്ലോ എന്നല്ല. അല്ല, ഞാൻ അയാളെ കുറിച്ച് ഉള്ളതാ പറഞ്ഞത്, ഇല്ലാത്ത പറഞ്ഞല്ല. എന്താ ഗീബത്ത് എന്ന് പറഞ്ഞാല്? പ്രവാചകൻ പറഞ്ഞു, ഗീബത്ത് എന്ന് പറഞ്ഞാല് ഒരാളെ കുറിച്ച് ഉള്ളത് പറയല ഗീബത്ത്. ഇല്ലാത്ത പറഞ്ഞാലോ? ഇല്ലാത്തത് പറഞ്ഞാൽ അത് കളവാണ്. ഉള്ളത് പറയലാണ് ഗീബത്ത്. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. ഒരിക്കലേ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ചില സ്നേഹിതന്മാരോടൊപ്പം ഇങ്ങനെ യാത്ര പോവുകയാണ്. അപ്പൊ അതിന്റെ ഇടയില് ചത്തുവീർത്ത ഒരു കോവർ കഴുതയുടെ അടുത്തുകൂടി ഇങ്ങനെ അദ്ദേഹം കടന്നു പോവുകയാണ്. അദ്ദേഹം ഇതിങ്ങനെ എടുത്തു, എന്നോട് പറഞ്ഞു, വല്ലാഹി ലാ യഅകുല അഹദുകും ഹാദാ ഹത്താ യംലഅ ബത്നു ഖൈറുൻ ലഹു മിൻ അൻ യഅകുല ലഹ്മ റജുലി മുസ്ലിം. നിങ്ങളിൽ ഒരാള് വയറ് നിറയോളം ഈ മാംസം ഭക്ഷിക്കലാണ്. ഏത്? ഈ ചത്ത് വീർത്ത ഈ കോവർ കൈതന്റെ ഈ മാംസം തിന്നലാണ് മുസ്ലിമായ നിന്റെ സഹോദരനെ കുറിച്ച് പരദൂഷണം പറയുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. മിഅ്റാജിന്റെ
രാത്രിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട സംഭവമുണ്ട്. ഒരു കൂട്ടം ആളുകൾ അരികിലൂടെ പ്രവാചകൻ നടന്നു പോവുകയാണ്. അവർക്ക് ചെമ്പ് കണ്ടുള്ള നഖങ്ങളുണ്ട്. ആ നഖങ്ങൾ കൊണ്ട് അവരിങ്ങനെ അവരുടെ ശരീരം, മുഖം, നെഞ്ഞൊക്കെ ഇങ്ങനെ മാന്തി പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആളുകളെ കുറിച്ച് പരദൂഷണം പറഞ്ഞ് അവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയ ആൾക്കാരാണ് അവരെന്ന്. അതാണ് പരലോകത്ത് പ്രിയമുള്ളവർക്ക് കിട്ടാൻ പോണ ശിക്ഷ. അതുകൊണ്ട് സ്വന്തം ന്യൂനതകളെക്കുറിച്ചും ദൗർബല്യങ്ങളെക്കുറിച്ചൊക്കെ ആദ്യം ആലോചിക്കാം. നമ്മൾ സാധാരണ പറയില്ലേ, വേറൊരാൾക്ക് നേരെ വിരലി ഓടുമ്പോൾ ബാക്കിയുള്ള വിരല് നമുക്ക് നേരെയാണ് ഉള്ളത്. സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കാം. സ്വന്തം കുറ്റങ്ങളും കുറവുകളും കുറിച്ച് ആലോചിച്ചിട്ട് അതിൽ തൗബ ചെയ്യാൻ നോക്കുക. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അന്വേഷിക്കാതിരിക്കുക. ഇതൊരു വളരെ വൃത്തികെട്ടൊരു സ്വഭാവമാണിത്, പരദൂഷണം. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നിസ്സാരായ കാര്യങ്ങൾക്ക് പറഞ്ഞാൽ പോലും അതിന്റെ അപകടം വലുതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ തൂബാ ലിമൻ ശഅലഹു ഐബഹു അൻ ഉയൂബിൻ നാസ്, തന്റെ ന്യൂനതകൾ അന്വേഷിച്ച്, തന്റെ പോരായ്മകളെ അന്വേഷിച്ച് നടന്നതിനാൽ ജനങ്ങളുടെ ന്യൂനതകൾ മറച്ചുവെച്ച ആളുകൾക്ക് മംഗളം എന്നാണ്. തൂബ എന്ന് പറഞ്ഞാൽ മംഗളം. ഇപ്പൊ നമ്മുടെ സ്വന്തം തെറ്റുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുക, അതിൽ തൗബ ചെയ്യുക. മറ്റുള്ളവരുടെ തെറ്റുകളിലേക്ക്, അവർ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ കണ്ണോടിക്കേണ്ട, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ദുസ്വഭാവത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹ ഇബാദല്ലാഹ്. ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, പരദൂഷണം പറയലു മാത്രമല്ല, അത് കേൾക്കുന്നതും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഒറ്റ സംഭവം മാത്രം ആ വിഷയത്തിൽ പറയാം. ഒരിക്കൽ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ പ്രവാചകന്റെ കൂടെ ഒരു യാത്ര പോവാണ്. അവരോടൊപ്പം ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ഒരു വേലക്കാരനുണ്ട്. ഒരു ദിവസം അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ അവർ ഉറങ്ങി എണീറ്റപ്പോ ഈ വേലക്കാരന് ഭക്ഷണം പാകം ചെയ്യുന്ന അയാൾ എണീറ്റിട്ടില്ല. അപ്പൊ കൂട്ടത്തിൽ ആരോ ഒരാൾ, അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ, അവരിൽ രണ്ടുപേരിൽ ആരോ ഒരാൾ നോക്കി, അവിടെയും ആ ആളെ പേര് ഉദ്ധരിച്ചിട്ടില്ല. അങ്ങനെ ഹദീസിലുള്ളത്. അവരിൽ രണ്ടുപേരിൽ ഒരാൾ പറഞ്ഞെന്ത്, ഇന്ന ഫുലാനൻ നഊം, ഇയാൾ ഭയങ്കര ഉറക്കിന്റെ ആളാണല്ലേ. നമ്മളെത്ര ആളുകളെ കുറിച്ച് അങ്ങനെ പറയലുണ്ട് അല്ലെ, ഇയാൾ ഭയങ്കര ഉറക്കിന്റെ ആളാണല്ലേ. പ്രവാചകൻ ഒന്നും മിണ്ടിയില്ല. അയാൾ എണീറ്റ് ഭക്ഷണം കുറച്ച് വൈകി ആകാൻ, റെഡിയാകാൻ. ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ രണ്ട് സ്വഹാബാക്കളിൽ ഒരാള് നബിന്റെ അടുത്ത്, നബിയെ അല്ലെ കുറച്ച് ഇറച്ചി വേണമെന്ന് പറഞ്ഞു, കുറച്ച് മാംസം വേണമെന്ന് പറഞ്ഞു. അപ്പൊ പ്രവാചകൻ ചോദിക്കാണ്ട്, ഈ നേരത്തെ മാംസം തിന്നാൾ, ഇറച്ചി തിന്നിക്കണല്ലോ പറഞ്ഞു. എന്റെ പല്ലിന്റെ ഇടയിൽ ആ മാംസത്തിന്റെ അവശിഷ്ടങ്ങൾ ഞാൻ കാണുന്നുണ്ടല്ലോ പറഞ്ഞു. സ്വഹാബി പറഞ്ഞു, നബി ഞാൻ എടുത്തിട്ടില്ല, ഞാൻ മാംസം തിന്നിട്ടല്ല, പിന്നെ എങ്ങനെ എന്റെ പല്ലിന്റെ ഇടയിൽ കാണും? നേരത്തെ തിന്നിക്കണല്ലോ പറഞ്ഞു. അപ്പൊ സ്വഹാബി പറഞ്ഞു, ഇല്ല പ്രവാചകൻ, ഞാൻ ഇറച്ചി തിന്നിട്ടല്ല. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണെന്ത്, നിങ്ങളെ അല്ലെ നേരത്തെ പറഞ്ഞ വാക്കുണ്ടല്ലോ, ആ സുഹൃത്ത്, ആ ഭക്ഷണം പാകം ചെയ്യുന്ന ആള് എണീക്കാൻ വൈകിയപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? ഭയങ്കര ഉറക്കിന്റെ ആളാന്ന് പറഞ്ഞില്ലേ. ആ പരദൂഷണത്തിന്റെ മാംസകഷ്ണം ഞാൻ നിങ്ങളെ പല്ലിൽ കാണുകയാണെന്നാണ് എൻ്റെ അർത്ഥം. അവിടെ വെച്ചവര് രണ്ടുപേരും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകൻ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് താങ്കൾ പ്രാർത്ഥിച്ചാലും. പ്രവാചകൻ സല്ലല്ലാഹു പറയാണ്,
അല്ലേ? അതിന്റെ മുമ്പ് അള്ളാഹുവിലേക്ക് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിന്റെ മുമ്പ് ചെയ്യേണ്ട പണി എന്താ? നിങ്ങൾ ആ വേലക്കാരൻ്റെ അടുത്ത് പോകണം. എന്നിട്ട് അയാളുടെ അടുത്ത് പോയിട്ട് ആദ്യം മാപ്പ് വയ്ക്കും. എന്നിട്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങിയത്. എത്ര ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് പറയാണെന്ത് അല്ലെ, ഉൻദുർ കൈഫ ജമഅഹുമ അല്ലെ, നോക്ക് തങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് അല്ലെ, അയാൾ വല്ലാത്ത ഉറക്കക്കാരനാന്ന് പറഞ്ഞത് രണ്ടാളും പറഞ്ഞിട്ടില്ല. ആ കൂട്ടത്തിലെ 2 സ്വഹാബികളിൽ ഒരു സ്വഹാബി മാത്രമാണ് എന്ത് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ പ്രവാചകൻ രണ്ടാളോടും തൗബ ചെയ്യാൻ പറഞ്ഞു. എന്തുകൊണ്ടാ വെച്ചാല് അത് കേട്ടുന്നതുകൊണ്ട്. അത് കേട്ടു നിന്നു, അതിനെ തിരുത്തിയില്ല. അതുകൊണ്ട് രണ്ടാളും തൗബ ചെയ്യാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആവശ്യപ്പെട്ടു. രണ്ടാളും കുറ്റത്തിൽ ഒരേപോലെയായി എന്നതിന്റെ അർത്ഥം. പരദൂഷണം പറഞ്ഞാലും അവിടെ കേട്ടിരുന്നാലും ആ കുറ്റത്തിൽ തുല്യാണെന്ന് അർത്ഥം. വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക. ഇത്തരം സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാക്കുക. അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുക. പ്രിയമുള്ളവരെ, നമ്മൾ ആരെങ്കിലെ കുറിച്ച് പരദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മുടെ പടലോകമാണ്, അതിനൊരു മടിയും കാണിക്കണ്ട, നമ്മുടെ പടലോകമാണ് നമുക്ക് വലുത്. നമ്മൾ പോയിട്ട് അവരോട് ആദ്യം മാപ്പ് ചോദിക്കുക, അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്ന എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. രോഗികളായ ഒരുപാട് ആളുകൾ നമ്മുടെ സദസ്സിൽ, നമ്മുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ അള്ളാഹു അവർക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിമായതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ അള്ളാഹു അവർക്ക് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. അള്ളാഹു അവരുടെ ഹലാലായിട്ടുള്ള എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وعدل الشرك والمشركين فانصرنا على القوم الكافرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.